ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാൻ സ്റ്റോക്സ്. കുറെ നാളായി ലോങ്ങിലിருந்து വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളുമായി പോയി. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെദ്ദി മൂവി OTT കണ്ടു. അപ്പോൾ പെദ്ദി മൂവിയുടെ ഒരു റിവ്യൂ പറയാനായിട്ട് വന്നതാണ്. സ്പോയിലർ റിവ്യൂ ലൈക്ക് എവറി ടൈം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് പെദ്ദി മൂവി ആക്ടഡ് ബൈ രാം ചരൺ, ഹീറോയിൻ ജാൻവി കപൂർ. ഇതിന്റെ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നോക്കിയില്ല. തെലുങ്ക് കന്നഡ പടങ്ങളിലെ ഡയറക്ടർ ആരാണെന്ന് ഞാൻ നോക്കത്തില്ല, അതുകൊണ്ട് ഞാൻ നോക്കിയില്ല, എനിക്ക് അറിഞ്ഞൂടാ. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് ഡ്രാമറ്റിക് മൂവി, സ്പോർട്സ് ഡ്രാമ ത്രില്ലർ എന്ന് നമ്മൾ വിചാരിക്കും. എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ക്രിക്കറ്റ് ഉണ്ട്, ഗുസ്തി ഉണ്ട്, ഓട്ടമുണ്ട്. പക്ഷെ കഥ പിടിച്ചു വെച്ചേക്കുന്ന എല്ലാം വേറൊരു രീതിയിലാണ്. കുറച്ച് ജാതി, ഈ കാസ്റ്റ് സിസ്റ്റം, അവഹേളനം, ഡിസ്ക്രിമിനേഷൻ, ഇതെല്ലാം കൂടെ ഒക്കെ കൂട്ടിക്കുറച്ച് അതിന്റെ മണ്ടയിൽ കൂടെ സ്പോർട്സിനെ തിരുവി അതുവഴി ഒരു പൊളിറ്റിക്കൽ കറപ്റ്റൻസ് പ്ലസ് എന്തുവാ സാധാരണ സ്പോർട്സ് ത്രില്ലറെല്ലാം എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു നാടിന്റെ പ്രശ്നത്തിന് മാറ്റാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ പ്രശ്നം മാറ്റാനായിട്ട് ഉള്ള ഒരു സംഭവമായിരിക്കുമല്ലോ. ആസ് യൂഷ്വൽ സെയിം സാധനം, സെയിം ക്ലീഷേ പരിപാടി. അതൊക്കെയാണ് പെദ്ദി മൂവിയിൽ നമുക്ക് കാണാനായിട്ടുള്ളത്. പിന്നെ മറ്റ് സ്പോർട്സ് സിനിമകളിൽ നിന്ന് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഇറ്റ്സ് എ തെലുഗു മൂവി. സോ അൺവാണ്ടഡ് മാസും കാര്യങ്ങളും കുറെ അൺലോജിക്കൽ സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് അങ്ങ് അലക്കുന്നുണ്ട്. മാസാക്കാൻ നോക്കി കേരള ഓഡിയൻസിന്റെ ഇടയിൽ വെറും കാട്ടവരാതമായി പോയി ഈ പടം. ഇതിലാകെ എടുത്തു പറയേണ്ട ഒരു നല്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാം ചരന്റെ ആക്ടിങ്ങും കാര്യങ്ങളുമാണ്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് പടം ഒരു ക്രിക്കറ്റ്, ഒരു കണ്ടംകളി സ്റ്റൈല് ആ ഒരു ലെവലിൽ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങൾ, നായകൻ കുറച്ച് സാധാരണ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അല്ല ഇതിനകത്ത് കൂടുതൽ വരണം. അവരെ നാട് എന്ന് പറയുന്ന സാധനം നമ്മുടെ മാപ്പിലേ ഇല്ല, ഇന്ത്യയിലേ ഇല്ല. അവിടെ ഉള്ള ആർക്കും ആധാർ കാർഡും ഇല്ല, അതുമില്ല, മറ്റതുമില്ല, മറിച്ചതുമില്ല. അങ്ങനെ ഒരു സംഭവത്തിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഡിസ്ക്രിമിനേഷൻ, അതായത് പഞ്ചായത്തിൽ പോലും പേരില്ലാത്ത ആൾക്കാർ, വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്ത ആൾക്കാരുടെ അവസ്ഥ, അങ്ങനെയൊക്കെയാണ്. അതൊക്കെയാണ് പടം സൂചിപ്പിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഹാഫ് ഫുള്ള് നമ്മുടെ കണ്ണങ്കളി ക്രിക്കറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ്. മറ്റേ ഒരു തമിഴിലൊരു പടം ഉണ്ടല്ലോ, മറ്റേ എല്ലാ ക്രിക്കറ്റ് കളിക്കും മറ്റു ടീമിന് വേണ്ടി കളിക്കാൻ പോകുന്ന ഒരു ആളുടെ എന്തൊരു പൂമ്പാലേ, അങ്ങനെ ആ ഒരു ക്യാരക്ടറൊക്കെ വരുന്ന ഒരു തമിഴ് പടം ഉണ്ടല്ലോ. ആ ഒരു പടത്തിന്റെയൊക്കെ ചെറിയൊരു ടച്ച്. വേറെ ടീമിന് വേണ്ടി കളിക്കാൻ പോകുന്നു, ലേലം വിളിച്ചെടുക്കുന്നു, അങ്ങനത്തെ ഒരു പ്ലെയറാണ് രാം ചരൺ. അഥവാ പെഡ്ഡി. അങ്ങനത്തെ ഒരു ലെവലിലെ ക്യാരക്ടറാണ്. ഫസ്റ്റ് ഹാഫ് മൊത്തം ക്രിക്കറ്റ് കളി, കണ്ടംകളി, ലേലം വിളി, അങ്ങനത്തെ ഒക്കെ ഒരു സ്റ്റൈലാണ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ക്രിക്കറ്റ് കളി മാറി ഗുസ്തിയാവും. സെക്കൻഡ് ഹാഫ് വന്നതിന് മുമ്പ് ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട രാം ചരന്റെ കുറച്ച് ഐക്കോണിക് ക്രിക്കറ്റ് ക്ലാസിക് ഷോട്ട്സുകളൊക്കെ ഉണ്ട്. AB ഡിവിലിയേഴ്സിനെ മിസ്റ്റർ 360 എന്നാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ രാം ചരണിനെ നമുക്ക് മിസ്റ്റർ 550 എന്ന് വിളിക്കണം. കാരണം ഒരുത്തൻ 100-120 കിലോമീറ്റർ സ്പീഡിൽ പേസ് ബോൾ എറിയുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇതിനിടയ്ക്ക് 2 ഡാൻസും തുള്ളലും വേണമെങ്കിൽ ഒന്ന് കുത്തിയിരുന്ന് മുക്കുകയും ചെയ്തിട്ടാണ് ബോൾ അടിച്ച് 6 കളയുന്നത്. അങ്ങനത്തെ കുറെ ക്ലാസിക് ഷോട്ടുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അഫ്കോഴ്സ് ഇറ്റ്സ് എ തെലുഗു മൂവി. സോ ഇങ്ങനത്തെ പരാതികൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊരു മര്യാദക്കുള്ള ലെവലിൽ കാണിച്ചിരുന്നുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ഓവറായിട്ട് കുറെ ആക്ഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ച് അതിനെ അനാവശ്യമായിട്ട് മെസ്സടിക്കാനായിട്ട് കാണിച്ച്, അഫ്കോഴ്സ് തെലുങ്കിലത് ഓടിക്കണം. തെലുഗു ഓഡിയൻസിന് അതൊക്കെ വേണം, അതില്ലാതെ പറ്റത്തില്ല. അതായത് നമുക്ക് ചോറിന് മീൻകറി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അതേപോലെയാണ് അവർക്ക് സിനിമയ്ക്ക് ആക്ഷൻ, മാസ് എന്ന് പറയുന്ന സാധനം, അതും അൺവാണ്ടഡ് സാധനം. അതുകൊണ്ടാണ് ഈ പടം 400 കോടിയൊക്കെ അടിച്ചത്. എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത കുറെ ക്ലാസിക് ഷോട്ടുകളും കാര്യങ്ങളും, AB ഡിവിലിയേഴ്സിനെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള റിവേഴ്സ് സ്വീപ്പ്, റിവേഴ്സ് ഷോട്ട്, ഡ്രൈവ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ക്രിക്കറ്റില് ഇതുവരെ ക്രിക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലാത്ത പലതരം ഐക്കോണിക് ഐറ്റംസ് ഒക്കെ നമ്മുടെ രാം ചരൺ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളി ശരിക്കും അങ്ങനെയൊക്കെ കളിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വലിയൊരു മുതൽക്കൂട്ടായി മാറിയേനെ പെദ്ദി. അങ്ങനെ ക്രിക്കറ്റ് കളിയും
ബാറ്റ് അടിക്കും. പിന്നെ ക്രിക്കറ്റിലെ കേസ് പറയുമ്പോൾ പുള്ളി യൂസ് ചെയ്യുന്ന ഒരു ബാറ്റ് ഉണ്ട്, മറ്റേ പണ്ടൊരു സീരീസ് ഉണ്ടല്ലോ, മറ്റേ ജെയിൻകുലിക്ക് മാങ്കുലി എന്ന് പറഞ്ഞിട്ട് മറ്റേ ഊതി കളിച്ചിട്ട് അടി എല്ലാ ബോളും സിക്സും പോണ ഒരു സീരീസിലെ ഒരു ബാറ്റ് ഉണ്ടല്ലോ. അതേപോലത്തെ എന്തൊക്കെയോ മറ്റേ ശംഖൊക്കെ കെട്ടി ഒരു വള്ളിയൊക്കെ കെട്ടി വാല് കണക്കത്തെ ഒരു ബാറ്റും കൊണ്ടാണ് നടക്കുന്നത്. അത് എന്തോ ഭാഗ്യത്തിന് സിനിമയിൽ ഇടയ്ക്ക് ദേഷ്യം വരുമ്പോ ഇങ്ങനെ അടിച്ച് പൊട്ടിക്കുന്നത്. അത് പൊട്ടിയില്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ രാംചരനെ പള്ളു വിളിച്ചാനെ. ഉളുത്തിരിക്കുന്ന ഒരു തടിയിലിരിക്കണ ബാറ്റാണ്. അത് അടിക്കുമ്പോൾ പൊട്ടുന്നുണ്ട്. എന്തായാലും അത് പൊട്ടിക്കാൻ കാണിച്ചു തന്നെ വലിയ സന്തോഷം. അതായെങ്കിലും നിങ്ങൾ കാണിച്ചല്ലോ. അത് ഒരിക്കലും പൊട്ടാത്ത ബാറ്റാണെന്ന് വല്ലതും കാണിച്ചിരുന്നുണ്ടെങ്കിൽ നേര് കുടം വന്നേനെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇന്റർവെല്ലിന് തൊട്ട് മുമ്പായിട്ടാണ് രാംചരൺ ക്രിക്കറ്റ് വിട്ടിട്ട് ഗുസ്തിയിലോട്ട് പോകുന്നത്. അപ്പോഴാണ് രാംചരന് തലയ്ക്ക് കുറച്ച് ഓരോക്കെ വെച്ചിട്ട് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ ഇനി ഗുസ്തിയാണ് നല്ലത്, അങ്ങനെ ഗുസ്തി പഠിക്കാനൊക്കെ ആയിട്ട് പോകും. ആസ് യൂഷ്വൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മറ്റേ ബോക്സിങ്ങിലായാലും കുമ്പു പഠിപ്പിക്കുന്ന ബാക്കി സിനിമകളിലൊക്കെ ആയാലും ആദ്യത്തെ കണക്ക് മറ്റേ പണികൾ, അരി അമക്കല്, വെള്ളം കോരി അഴിക്കല്, സെയിം ക്ലീശേ പരിപാടി. ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കുന്ന ഇത് നിന്നെ ഇങ്ങനെ മലത്തി അടിക്കാൻ പഠിപ്പിക്കുന്നതാണ്. ചാക്കെടുത്ത് അങ്ങോട്ട് എറിയുന്നത് അത് ആ ട്രിക്ക് പഠിപ്പിച്ചാണെന്നുള്ള രീതി അറിയാതെ അരിയും ചാക്കും വെള്ളം കോലും ഒക്കെ ആയിട്ട് നടക്കുന്ന നായകൻ ചോദിക്കുന്നു ഇനി എപ്പോഴാണ് പഠിപ്പിക്കുന്നതെന്ന് ആശാന്റെ അടുത്ത് ചോദിക്കുന്നു. ആശാൻ അപ്പൊ പറയുന്നു ഇതിന്റെ പേര് അങ്ങനെ മലത്ത്, ഇതിന്റെ പേര് ഇങ്ങനെ മലത്ത്, ഇത് ഇടയിൽ കൂടെ കുത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാണ് നിന്നെ എത്ര നേരം കൊണ്ട് പഠിച്ചത്, നീ എന്തോ വിചാരിച്ചു നിന്നെ പൈസ ജോലിക്ക് എടുത്ത് നിന്നെ പണിയെടുപ്പിക്കുന്നതാണോ എന്ന് വിചാരിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ആ ട്രിക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് കയറി അതുവരെ ഉണ്ടായിരുന്ന ശിഷ്യനെ കാട്ടിയും മലത്തി അടിക്കുന്ന അത്രയും ഇതായിട്ടുണ്ടായിരുന്ന ശിഷ്യനെ കാട്ടിയും അതികേമനായി മാറുന്ന നമ്മുടെ ഹീറോ ആശാന്റെ പെറ്റായി മാറുന്നു. അങ്ങനെ സെയിം ക്ലേശ പരിപാടി. പിന്നെ ഈ ഒരു ഗുസ്തിയുടെയൊക്കെ ഈ ഒരു ആ ഒരു സീനും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്താണ് രാംചരന്റെ ഫിസിക്ക്, പുള്ളിയുടെ ഫിസിക്ക് ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളിയുടെ ആ ഒരു ബോഡിയും അതിൻ്റെ ഒരു സംഭവം അതൊക്കെ പുള്ളി നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ആയിട്ട് സിനിമയ്ക്ക് വേണ്ടി നല്ലപോലെ പുള്ളി ഓൾറെഡി നല്ല ഫിസിക്കലുള്ള ഒരാളാണ്, നല്ല ബോഡിയുള്ള ഒരാളാണ്. പക്ഷെ ഇതിനു വേണ്ടി കുറച്ചൊക്കെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് പുള്ളിയുടെ ബോഡി കാണുന്നത് നല്ല സൂപ്പർ ഫിസിക്കാണ്. പുള്ളിയുടെ ബോഡി ഫിസിക്കാണ് ഈ ഒരു സിനിമയിൽ അടിപൊളി സാധനമാണ്. അത് കാണുമ്പോൾ നമുക്ക് ഒരു വർക്കൗട്ട് ചെയ്യാനൊക്കെ ഇൻസ്പിറേഷൻ അടിക്കും. പിന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലോ, വെയിറ്റ് എടുക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ച് ഒരു മടി വരും. സ്വാഭാവികമായിട്ടുള്ളതാണ്. എനിക്ക് വരും, എൻ്റെ ഞാൻ പറഞ്ഞ അല്ലാത്തുള്ള ആൾക്കാരും ഉണ്ട്. എന്തായാലും പുള്ളിയുടെ ഫിസിക്കൽ അടിപൊളിയാണ്. പുള്ളിയുടെ ഓവറോൾ അഭിനയം കാര്യമല്ല അതിനകത്ത് സൂപ്പറാണ്, അടിപൊളിയാണ്. ഇത് കണ്ട് ഗുസ്തി കാണിട്ട് പിന്നെ നിങ്ങൾ കഥ കാണണ്ടേ, സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഓട്ടത്തിലോട്ട് മാറും, പാരാലിമ്പിക് ഒളിമ്പിക്സിലോട്ട് പോകും. എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ വികലാംഗരുടെ ഒളിമ്പിക്സ് ഉണ്ടല്ലോ അതിനകത്തോട്ട് പോകും ഈ സാധനം. സിനിമ അങ്ങനെ പോകും. എന്നിട്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഗോൾഡ് മെഡൽ അടിച്ചിട്ട് പുള്ളി ചെയ്യുന്നത് പുള്ളിക്ക് സംസാരിക്കാൻ നാട്ടുകാരിൽ ഗവൺമെന്റിന്റെ മുമ്പ് ലോകം മൊത്തം പുള്ളിയുടെ ഗ്രാമത്തിന്റെ പ്രശ്നം അറിയിക്കാൻ വേണ്ടി ഒരു സംസാരിക്കാനുള്ള സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് കാണിക്കുന്നത്. ആസ് യൂഷ്വൽ എല്ലാ സിനിമയിലും കാണിക്കുന്ന പോലെ അതിനു വേണ്ടിയാണ് പുള്ളി ഈ മത്സരങ്ങളിൽ കഷ്ടപ്പെട്ട് പങ്കെടുത്ത് വിജയിച്ച് ഗോൾഡ് മെഡൽ വാങ്ങിക്കുന്ന ആ ഒരു സംഭവം. അതാണ് ക്ലൈമാക്സിലുള്ളത്. അങ്ങനെ ഇങ്ങനെ ഈ സംഭവം സിനിമയിൽ പോകുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു സാധനമുണ്ട്, ഹീറോയിന്റെ കേസ് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹീറോയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജാൻവി ചേച്ചി മൊത്തത്തിൽ എല്ലാം കൂടെ ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അങ്ങനെ വന്നു പോകുന്നുണ്ട്. ഈ ആദ്യത്തെ അരമണിക്കൂറിൽ 20 മിനിറ്റ് ചേച്ചി മറ്റേ ക്ലീവേജും കാണിച്ച് ബ്ലൗസ് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തരപരടന്നോണ്ട് ഒരാവശ്യമില്ലാതെ ഒരു കാര്യമില്ലാതെ ജിമ്മ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഈ ഒരു സിനിമയിൽ നമ്മുടെ മറ്റേ ഫെമിനിസ്റ്റ് താത്ത വന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ജാൻവി കപൂർ എന്ന് പറഞ്ഞ നടിയെ സെക്ഷലി ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്ത് ഇങ്ങനെ ട്രെയിലറിലും മറ്റേലും ഒക്കെ കാണിക്കുന്നു. അപ്പൊ ഫെമിനിസ്റ്റ് താത്താടത്തിന് ചോദിക്കാനുള്ളത് ജാൻവി കപൂറിന് ഇല്ലാത്ത ചോദ്യത്തിലൊന്നും നിങ്ങൾക്ക് വരേണ്ട ആവശ്യമില്ല. അവർ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അത് ഇടണമെന്ന് പറഞ്ഞിട്ടായിരിക്കില്ല അവർ ഓൾറെഡി ആ സിനിമയിൽ അഭിനയിച്ചു കാണണം. അപ്പൊ അവർക്കില്ലാത്ത ചോദിച്ചിലും കടിയൊന്നും നിങ്ങൾക്ക് വരേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ അവരുടെ കാര്യമൊന്നുമില്ല. പിന്നെ ഇതെടുത്ത് വെച്ചിട്ട് ഈ ഇങ്ങനെ റെയിൽ എണ്ണവന്മാരുടെ ഒരു കേസ് ആകപ്പാടെ അരമണിക്കൂറോ 3/4 മണിക്കൂറോ അതിനകത്ത് ഹീറോയിനെ കാണിക്കുന്നുള്ളു. അതിൽ ഒരു 10-15 മിനിറ്റ് മാത്രം ഇങ്ങനത്തെ ഈ ഒരു കോപ്പറായം കാണിച്ച് ജാൻവി കപൂർ നടക്കുന്നുള്ളൂ. ജാൻവി കപൂറിന് ഈ സിനിമയിൽ ഒരിതും ഇല്ല, ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഒരു 10-20 മിനിറ്റുള്ള ഒരു സീനിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകണ്ട അതിലൊക്കെ നല്ല മര്യാദയ്ക്കാണ് പുള്ളിക്കാരി ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഈ ഒരു ആദ്യത്തെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് എടുത്ത് വെച്ചിട്ടാണ് അവിടെ മറ്റേ പുരുഷ വിരോധം കാണിക്കാനാണ് കുറെ നമ്മളെ കേരളത്തിലെ കുറെ താത്താമാരിങ്ങനെ ഫെമിനിസം പറഞ്ഞുകൊണ്ട് നടക്കുന്ന താത്തായ നമുക്ക് ആണെങ്കിൽ എന്റെ വീഡിയോക്ക് അത് കാണിക്കാനൊന്നും താല്പര്യമില്ല. അതിന്റെ ഒന്നും പോകണ്ട. അപ്പൊ ഈ സിനിമ കണ്ടിട്ട് ഇങ്ങനെ വന്ന് നിന്നിട്ട് മറ്റേ ഫെമിനിസം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കാനുള്ള സിനിമ ഫുള്ള് കണ്ടില്ലേടെന്നാണ് ചോദിക്കാനുള്ള. ജാൻവി കപൂറിന് ഇതിനകത്ത് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല, ഇതിനകത്ത് വരേണ്ട ആവശ്യവും ഇല്ല, ജാൻവി കപൂറിനെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ എന്നൊരു നടി വേണമല്ലോ എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ കൊണ്ടുവന്നു.
അത്രേ ഉള്ളു. അതിലും തുടക്കത്തെ ഒരു 10-15 മിനിറ്റ് മാത്രമാണ് മറ്റേ ഈ ഇങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി മര്യാദക്കുള്ള ഡ്രസ്സ് കിട്ടുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം ഫെമിനിസ്റ്റ് താത്തായിരിക്കും പിന്നെ എന്തെങ്കിലും ആണെന്ന് നമ്മളുടെയൊക്കെ എന്തെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, ആ രീതിയിൽ പോയി. പിന്നെ ക്ലൈമാക്സ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ പാരലൈസ്ഡ് ആയിട്ടുള്ള വികലാംഗങ്ങളുടെ അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ആൾക്കാരുടെ ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ് അങ്ങനത്തെ സാധനം. അതിനകത്തോട്ടാണ് ലാസ്റ്റ് സിനിമ പോകുന്നത്. ലാസ്റ്റ് ഗോൾഡ് മെഡൽ അടിക്കുന്നു, സംസാരിക്കാൻ സ്പേസ് കിട്ടുന്നു, പ്രശ്നങ്ങൾ വിളിച്ചു പറയുന്നു, അവിടെ ആവുന്നു. ഈ കഥ തുടങ്ങുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാവശ്യമില്ലാതെ കുറെ കൗൺസിൽ ചെയ്യുന്ന ഒരാൾ വരുന്നു, ഒരു ഗ്രാമത്തിൽ കൂടെ പോകുന്നു. അപ്പൊ ഇങ്ങനെ പെദ്ദി എന്ന് വിളിക്കുന്ന കേൾക്കുന്നു. അങ്ങനെ ഇവരെ നാട്ടിലോട്ട് നടന്നു വരുന്നു. അങ്ങേക്ക് പുള്ളിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലത്തെ ഒരു നരേഷൻ സ്റ്റൈലാണ് നോക്കി കേൾക്കുന്നത്. അതിന് ഒരു ആവശ്യമില്ലായിരുന്നു. അനാവശ്യം അതിന്റെ തൊലിഞ്ഞ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ പിടിച്ച്. ബട്ട് ഓവറോൾ പടം എന്റർടൈനർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എന്റർടൈനർ ഒന്നും അല്ല, വെറും വെറുപ്പിയൊരു പടം വരുന്നത്. നല്ലൊരു ടീമും കാര്യമൊക്കെ ആയിരുന്നു. അതിനകത്ത് ആകെ എടുത്ത് പറയാനുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ രാംചന്ദ്രന്റെ അഭിനയം. അങ്ങേര് കൊള്ളാം. അങ്ങേരെ അഭിനയം അങ്ങേരെ പണി വൃത്തിയായി ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒരാവശ്യമില്ലാതെ വന്നതാണ് കുറെ മൂന്ന് ടീമുകൾ. ആ ക്രിക്കറ്റിന്റെ സീനിൽ നമുക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സാധനമേ കിട്ടൂല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ അനാവശ്യമായിട്ടുള്ള കുറെ ഷോട്ടുകളും കാര്യങ്ങളും ഒരുമാതിരി തെലുങ്കന്മാരുടെ സ്ഥിരം തെളിഞ്ഞ പരിപാടികളോട് ചോദിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ക്രിക്കറ്റിന്റെ സാധനത്തിലൊരു സ്പിരിറ്റ് നമുക്ക് കയറത്തില്ല. പിന്നെ ഗുസ്തിയുടെ സമയത്തോട്ട് വരുന്നു. ഗുസ്തിയുടെ സമയത്ത് നമുക്ക് ഇത്തിരി ഒരു ഇത് വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ബാക്കിയുള്ള ഒരു കംപ്ലീറ്റ് ഒരു ഗുസ്തി. ഇപ്പൊ നമ്മൾ ഗോദ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയാണ്. ഇത് കാണുന്ന സമയത്ത് നമുക്ക് അതിന്റെ സീൻസും കാര്യങ്ങളും വരുമ്പോൾ നമുക്കൊരു സ്പിരിറ്റ് വരും. ദങ്കല് കാണുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു സ്പിരിറ്റ് വരും. പിന്നെ ഇപ്പൊ ബോക്സിങ്ങിന്റെ ഇതാണെന്നുണ്ടെങ്കിൽ മറ്റേ ക്രിക്കറ്റിന്റെ ആണെന്നുണ്ടെങ്കിൽ കാന എന്ന് പറഞ്ഞ സിനിമ തമിഴ് പടം കാണുമ്പോൾ നമുക്ക് ക്രിക്കറ്റിന്റെ ഒരു സ്പിരിറ്റ് വരും. 1983 കാണുമ്പോൾ അത് നമുക്ക് വരും. പിന്നെ മറ്റേ ബോക്സിങ്ങിന് മറ്റേ മാധവൻ ഒരു പെൺകുട്ടിയെ ട്രെയിൻ ചെയ്യുന്ന ഒരു പടം ഉണ്ടല്ലോ ബോക്സിങ്ങിന്റെ, അത് കാണുമ്പോൾ നമുക്ക് ഇത് വരും. ഇത് നമ്മൾ മറ്റേ ബോക്സിങ്ങിലെല്ലാം മറ്റുള്ള പടം ഉണ്ടല്ലോ, ഡേവിഡ് ആൻഡ് ഗോലിയത്ത്, മറ്റേ പെപ്പയുടെ ഒരു തൊലിഞ്ഞ പടം ഉണ്ടല്ലോ, ആ പടം കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നു. ട്രെയിനിങ് ആയാലും ആ ഫൈറ്റ് ആയാലും എന്തെങ്കിലും നമുക്കൊരു സ്പോർട്സ്മാൻ ഫിറ്റ് തോന്നുന്നു? ഇല്ല, ഒന്നും തോന്നൂല. അങ്ങനത്തെ ഒരു ഫീല് എന്നുവെച്ചാൽ ഗുസ്തി വരുമ്പോഴാണ് ഇത്തിരിയെങ്കിലും ഒരു കാണാൻ ഒരു ഇതായിട്ട് തോന്നുന്ന. പക്ഷെ എന്നാൽ നമുക്ക് ഒരു സ്പിരിറ്റ് അത് വരുന്നില്ല. ക്രിക്കറ്റിൽ ഒട്ടും കിട്ടുന്നില്ല, ഗുസ്തിയിൽ കുഴപ്പമില്ല, എന്നാലും ഒരു സ്പിരിറ്റ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ലാസ്റ്റ് ആ പാരാലിമ്പിക്സിൽ ആ സാധനത്തിൽ നമുക്ക് സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനമൊന്നും ഒന്നും കിട്ടുന്നില്ല. പക്ഷെ കുറച്ച് ഇമോഷണൽ കാര്യങ്ങളും ടച്ചും കാര്യങ്ങളും ആ സമയത്ത് നമുക്കൊന്ന് സിനിമയുടെ ക്യാരക്ടറായിട്ട് നമുക്കൊന്ന് കണക്ട് ആകും. നമ്മളൊരു പൊടിക്ക് നമ്മളൊന്ന് അടുക്കും. അത് ക്ലൈമാക്സ് ആ ഭാഗത്തിൽ അതിൽ മാത്രമേ വരുന്നുള്ളൂ. ഈ പടം തെലുങ്കിൽ ഇറങ്ങുന്നതിന് പകരം തമിഴിലോ ഹിന്ദിയിലോ മലയാളത്തിലോ ഈ സാധനം കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ, ഡയറക്ടേഴ്സ് ആരെങ്കിലും ഇത് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ, സെയിം രാംചരനെ വെച്ച് തന്നെ ചെയ്താൽ മതി. ഈ അനാവശ്യമായിട്ടുള്ള ഈ തെലുങ്കിന്റെ ക്ലീശ പരിപാടി, ഓവർ മാസ് ഐറ്റംസ്, മാസ് മസാല സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ സാധനം മര്യാദയ്ക്ക് ചെയ്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ പടം എല്ലാ ഓഡിയൻസിനും അറ്റ്ലീസ്റ്റ് വൺ ടൈം എങ്കിലും വാച്ച് ചെയ്യാനായിട്ട് ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. മെയിൻ ആയിട്ടുള്ള സാധനം ഒരു സ്പോർട്സ് ബേസ്ഡ് ഡ്രാമ അല്ലെങ്കിൽ സ്പോർട്സ് ബേസ്ഡ് സ്റ്റോറി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് മെയിൻ ആയിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു സ്പോർട്സ് സ്പിരിറ്റ്. നമുക്ക് ആ ഒരു സീൻസ് കാണുന്ന സമയത്ത് യെസ് ഒരു ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു മൊമെന്റ്സ് നമുക്ക് കിട്ടുന്നില്ല ഈ സിനിമയിൽ. അതാണ് ഈ സിനിമയുടെ മെയിൻ പ്രശ്നം. തെലുങ്കിൽ നിന്ന് മാത്രം കണ്ടാണ് നാണവ് കൂടി കിട്ടി. ഇവിടെ ഒന്നും ഓടിയതുമില്ല, പിടിച്ചതുമില്ല. എന്തായാലും 3 മണിക്കൂർ പടം. ഈ 3 മണിക്കൂർ പടത്തില് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1 മണിക്കൂറിൽ 30 മിനിറ്റും പാട്ടാണ്. 3-4 സോങ് വരുന്നുണ്ട്. ഭാഗ്യത്തിന് ഇന്റർവെല്ലിന് ശേഷം ഒരൊറ്റ സോങ്ങേ വന്നോളൂ. അതെന്തോ വലിയ ഉപകാരോടെ. കാരണം ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ ഫുള്ള് 3 പാട്ടാ 4 പാട്ടാ. അവരെ ആദ്യം പെദ്ദി വരുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, പാട്ടിടുന്നു. അത് കഴിഞ്ഞിട്ട് നായികയെ കാണിക്കുന്നു, നായികനെ പെദ്ദി കാണുന്നു, നായികയെ കണ്ടിട്ട് റൊമാൻസ് അടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, പാട്ടിടുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറെ എന്തൊക്കെയോ കാണിക്കുന്നു, കുറച്ചു നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഡാൻസ് കളിക്കുന്നു, പാട്ടിടുന്നു. നമ്മള് 3 നേരം ചോറ് തന്നില്ലേ, അതേപോലെ സിനിമയിൽ 3 നേരം പാട്ട്, അത്ര തന്നെ. അപ്പൊ പടത്തിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂർ 5 മിനിറ്റ് ആണ്. ഇതിൽ ആദ്യത്തെ ഒരു 30-35 മിനിറ്റോളം നിങ്ങൾ കാണണ്ട, നിങ്ങൾക്ക് അടിച്ചളഞ്ഞ് കാണാൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ പാട്ടാണ്, അങ്ങനെ തെളിഞ്ഞ പാട്ടാണ്,
കേൾക്കാനും കൊള്ളൂല, കണ്ടിരിക്കാനും കൊള്ളത്തില്ല. പിന്നെ ജാൻവി കപൂറിന് എന്തെങ്കിലുമൊക്കെ കാണണം എന്നുള്ളവർ കാണണമെങ്കിൽ വേണമെങ്കിൽ 2 പാട്ട് നിങ്ങളിന്ന് കണ്ടോ, കുഴപ്പമില്ല. ഒരു ഐറ്റം ഡാൻസ്, ഒരല്ലാത്ത പാട്ട്. ജാൻവി കപൂറിന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടോ, കുഴപ്പമില്ല. അല്ലാതെ സിനിമ കാണാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ 5 മിനിറ്റ് പടത്തിൽ നിങ്ങളൊരു 2 മണിക്കൂർ 20 മിനിറ്റ് ഒക്കെ നിങ്ങൾ കണ്ടാൽ മതി. അത്രേ ഉള്ളൂ പടം. ഈ പടത്തിന്റെ ഹോൾ സാധനം ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു 30 മിനിറ്റ്. ഇടയ്ക്കിടയ്ക്ക് കഥകളൊന്നും നിങ്ങൾക്ക് അടിച്ചടിച്ച് കാണാവുന്നതേ ഉള്ളൂ. ചുമ്മാ 3 മണിക്കൂറൊന്നും വേസ്റ്റ് ആക്കാനുള്ള ഇതൊന്നും ഈ പടത്തിനില്ല. പിന്നെ രാംചരനെ കാണാനും രാംചരന്റെ ഫിസിക്കും കാര്യങ്ങളും കാണാനും പിന്നെ ഈ മാസ് മസാല കത്തികൾ കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് ഈ സിനിമ എടുത്താലും തന്തയ്ക്ക് വിളിക്കാനും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് കാണുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. രാംചരന്റെ പെദ്ദി എന്ന് പറഞ്ഞിട്ട് സ്പോർട്സ് ബേസ്ഡ്, സ്പോർട്സ് ഡ്രാമറ്റിക് എന്ന് പറയപ്പെടുന്ന, എന്നാൽ അങ്ങനെ അല്ലാത്ത ഒരുവിധ സ്പോർട്സ്മാൻ സ്പിരിറ്റും തരാത്ത പെദ്ദി എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂ. അപ്പോൾ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. അനിൽ ദെൻ ബൈ ബൈ, സൈനിങ് ഓഫ് ഷാനസ് ടോക്സ് ഫ്രം ഷാനസ് ടോക്സ്.